ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ കൂടി അറിയാനിടയായി പാലക്കാട്ടും തൃശ്ശൂരും നേരിയ ഭൂചലനമുണ്ടായെന്ന്. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തിയെന്ന്. ഇത് നമുക്ക് തരുന്ന ഒരു പാഠമുണ്ട്. കാരണം നമ്മൾ കണ്ടിട്ടാണ് ടർക്കി, ജപ്പാൻ, സിറിയ എന്നീപോലുള്ള രാജ്യങ്ങൾ, ഇന്തോനേഷ്യ എന്നീപോലുള്ള രാജ്യങ്ങൾ സുനാമിയുടെയും ഭൂകമ്പത്തിൻ്റെയും ഒത്തിരി ക്ലേശം അനുഭവിച്ചത്. ഈവൻ അഫ്ഗാനിസ്ഥാനുമെല്ലാം. ഇതിനകത്ത് ഒത്തിരിയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായി. പക്ഷേ ഇതിനകത്ത് ജപ്പാനിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു പാഠം ഉൾക്കൊണ്ടത്, അവർ വെൽ ട്രെയിൻഡ് ആയിരുന്നു ഭൂകമ്പങ്ങൾക്കും സുനാമികൾക്കും എതിരെ ഒക്കെ. അതുകൊണ്ട് അവർക്ക് ഒരു കാര്യമുണ്ട്, ജീവനുകൾ നഷ്ടമാകാതെ ഒത്തിരി രക്ഷിക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഒരു വെൽ ട്രെയിൻഡ് ആയിരുന്നു. അവരുടെ സ്കൂളുകളിൽ നിന്ന് മുതൽ തന്നെ അവർ ട്രെയിൻഡ് ആയിരുന്നു ഈ കാര്യങ്ങളിലൊക്കെ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതിനെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. കാരണം കൂടുതലും ക്ലൈമറ്റ് ഇഷ്യൂസൊക്കെ ഇന്ന് ധാരാളമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ നമുക്കറിയാം, ചൂട് കാരണം അഗ്നിബാധകൾ ഉണ്ടാകുന്നു, ബിൽഡിങ്ങുകൾ കത്തുന്നു, AC-യുടെ ഇത് മൂലം ഉള്ള അനുഭവങ്ങൾ, അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൽ നമുക്ക് തരുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ, കാരണം നമ്മൾ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ നമ്മൾ വെൽ ട്രെയിൻഡ് ആയിരിക്കും. ഇപ്പം നമുക്ക് എമർജൻസി റെസ്പോൺസ് ടീമുകളുണ്ട്, നല്ലപോലെ നമ്മൾ ആയി വരുന്നു ഒരു കാര്യങ്ങളിൽ. പക്ഷേ നമ്മൾ ബിൽഡിംഗ് ഇവാക്യുവേഷൻ, ഇപ്പോൾ സ്കൂളിൽ നിന്നുള്ള ഇവാക്യുവേഷൻസ്, പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, അതായത് കോളേജ്, ആശുപത്രികളെ, ഇതിനകത്തെല്ലാം നമ്മൾ വെൽ ട്രെയിൻഡ് ആയിരിക്കണം. എങ്ങനെയാണ് എമർജൻസി എക്സിറ്റുള്ളിൽ പാനിക്കില്ലാതെ പുറത്ത് പോകാനുള്ളത്, ഇതിനെല്ലാം നമ്മളൊരു ട്രെയിൻഡ് ആയിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഗവൺമെൻറ് ഇതിനകത്ത് മാൻഡേറ്ററി ഒരു എമർജൻസി ഡ്രില്ല് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ മാസത്തിലൊരിക്കൽ എല്ലാ രീതിയിലും ഏതൊക്കെ എമർജൻസി റെസ്പോൺസിൻ്റെ ആവശ്യമുണ്ട് അതെല്ലാം സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ.